ഹോർമൂസ് കടലിടുക്കിൽ യു.എസ് കപ്പലിന് നേർക്ക് ആക്രമണം, ഇറാൻ കേന്ദ്രങ്ങളിൽ യു.എസ് ബോംബിംഗ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാരപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ യു.എസും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ ആരംഭിച്ചു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ സഞ്ചരിച്ച വാണിജ്യ ചരക്കുകപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതാണ് ഒടുവിലെ സംഘർഷങ്ങൾക്ക് കാരണമായത്. ഇതിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു.എസ് സൈന്യം ശക്തമായ പ്രത്യാക്രമണവും നടത്തി. അടുത്തിടെ യു.എസും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചിരുന്നു. എന്നാൽ ഈ ധാരണകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സിംഗപ്പൂർ പതാകയുള്ള എവർ ലവ്ലി എന്ന വലിയ ചരക്കുകപ്പലിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഇന്നലെ 4 ഡ്രോണുകൾ വിക്ഷേപിച്ചത്. ഇതിൽ 3 ഡ്രോണുകൾ യു.എസ് സൈന്യം വിജയകരമായി വെടിവെച്ചിട്ടെങ്കിലും ഒരെണ്ണം കപ്പലിൽ വന്നിടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ലംഘനമാണെന്ന് യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത്. ഇറാൻ നടത്തിയ ഈ കടുത്ത പ്രകോപനത്തിന് തൊട്ടുപിന്നാലെ യു.എസ് സൈന്യം വ്യോമാക്രമണത്തിലൂടെ ശക്തമായ മറുപടി നൽകി. തെക്കൻ ഇറാന്റെ പ്രധാന മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളുമാണ് യു.എസ് ബോംബിംഗിൽ തകർത്തത്. തങ്ങളുടെ പ്രദേശത്ത് വലിയ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്.